ആരാണ് ഖാജാ തങ്ങൾ? പഠിച്ചു വെക്കണേ മുത്തല്ലിമേ, പഠിച്ചു വെക്കണേ പ്രിയപ്പെട്ട ഉമ്മ. ബഹുമാനപ്പെട്ടവർ വിശുദ്ധമായ ഖുർആൻ മനപ്പാഠമാക്കിയ വ്യക്തിയാ. എല്ലാ ദിവസവും 2 പ്രാവശ്യം ഖുർആൻ ഖത്മ ചെയ്ത മഹാനാണ്. എല്ലാ ദിവസവും ഖുർആൻ 2 പ്രാവശ്യം ഓതി തീർത്തിരുന്ന മഹാനാ ഖാജാ മുഈനുദ്ദീൻ ദിസ്തി അജ്മീരി റളിയല്ലാഹു അൻഹു. അതുകൊണ്ടല്ലേ അവർ ഇന്ത്യയുടെ രാജാവായി തീർന്നത്, സുൽത്താനുൽ ഹിന്ദായി തീർന്നത്, ഔലിയാക്കളുടെ കുത്തുബായി അവർ വിലസുന്നത്. അവർ നിസാരക്കാരല്ല. പഠിച്ചു വെക്കണേ ചെറുപ്പക്കാരാ. 15ാമത്തെ വയസ്സിൽ തന്റെ പ്രിയപ്പെട്ട വാപ്പ ഉപേക്ഷിച്ചു പോയതായ ഒരു തോട്ടം നനച്ചുകൊണ്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോ സുബ്ഹാനല്ലാഹ് അവരുടെ അടുക്കലേക്ക്, ആ നാട്ടിലേക്ക് വലിയ വിലായത്തിന്റെ മർത്തബയുള്ളതായ മഹാൻ ഇബ്രാഹിമുൽ ഖന്തൂസി റളിയല്ലാഹു അൻഹു കടന്നു വരുകയാണ്. ബഹുമാനപ്പെട്ടവർ നാട്ടിലേക്ക് വന്നപ്പോ, സെഞ്ചറ എന്ന പട്ടണത്തിലേക്ക് വന്നപ്പോ ജനങ്ങളെല്ലാം തടിച്ചൂടുകയാണ്. അവർക്കിടയിൽ നിന്ന് 15 വയസ്സുള്ളതായ മുഈനത്ത് എന്ന് പറയുന്ന പാവപ്പെട്ടതാകുന്ന ഒരു പൊന്നുമോൻ ഒരു കൂടക്കകത്ത് നിന്ന് ഒരു ഈത്തപ്പഴം എടുത്ത് ശൈഖുനവർക്ക് നൽകുകയാണ്. ശൈഖ് അത് കഴിക്കുകയാണ്. ഇബ്രാഹിമുൽ ഖന്തൂസി റളിയല്ലാഹു അൻഹു സംതൃപ്തനാവുകയാ. തന്നെ സൽക്കരിച്ചതാകുന്ന മുഈനുദ്ദീൻ എന്ന പൊന്നുമോന് വേണ്ടി ദുആ ചെയ്യുകയാണ്. പോകാൻ നേരമായപ്പോ ഒരു ചെറിയ ഉണങ്ങിയതാകുന്ന റൊട്ടി കഷ്ണം എടുത്തുകൊണ്ട് വായിലിട്ടുകൊണ്ട് ചവച്ചരച്ചിട്ട് മുഈനുദ്ദീൻ എന്ന് പറയുന്ന 15 വയസ്സുള്ള പൊന്നുമോന് ഇബ്രാഹിമുൽ ഖന്തൂസി റളിയല്ലാഹു അൻഹു നൽകുകയാ. സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമായി ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ നവറല്ലാഹു മർഖദ അവിടുന്ന് അജ്മീറിന്റെ മൗലിദ് രചിച്ചുകൊണ്ട് പറയുകയാണ്, ഫതറക ദുനിയാ ബിൽ കുല്ലിയാ. ദുനിയാവ് മുഴുവനും വല്ലാം മറന്നു പോവുകയാണ്. ദുനിയാവ് മുഴുവനും വിട്ടുപോകുകയാണ്. സുഹദിന്റെ ലോകത്തേക്ക് പോകുകയാ. ഖാജാ മുഈനുദ്ദീൻ ദിസ്തി അജ്മീരി റളിയല്ലാഹു അൻഹു ദുനിയാവ് മറന്നുപോയി. ആഖിറത്തെ പറ്റിയുള്ള ചിന്തയാണ്. 15 വയസ്സ് മാത്രമേ പ്രായമായുള്ളൂ. കാരണം എന്താണ് ചെറുപ്പക്കാരാ? കാരണം എന്താണ് പ്രിയപ്പെട്ട മുത്തല്ലിമേ? ഒരു പ്രായം ചെന്നതായ അല്ലാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ടതായ മഹോന്നതനായ വ്യക്തിയെ ബഹുമാനിച്ചു, ആദരിച്ചു, അദ്ദേഹത്തിന് സൽക്കരിച്ചു, ഒരു ഈത്തപ്പഴം നൽകി സൽക്കരിച്ചു. അദ്ദേഹം തിരിച്ചിതാ ഭക്ഷണം നൽകുകയാണ്. വായിലുള്ള ഉമനീര് കലർത്തിക്കൊണ്ട് ഒരൊടങ്ങിയ റൊട്ടി കഷ്ണം ചവച്ചിട്ട് മുഈനുദ്ദീൻ തങ്ങൾക്കത് നൽകിയപ്പോ അത് കഴിച്ചത് കാരണമായി ഫതറക ദുനിയാ ബിൽ കുല്ലിയാ. ദുനിയാവ് മുഴുവനും പോയി അത്രേ. ദുനിയാവിനോടുള്ള താല്പര്യം പോകുകയാ. ഈ ദുനിയാവ് വെട്ടിപ്പിടിക്കണമെന്നുള്ള ചിന്ത 15ാമത്തെ വയസ്സിൽ അല്ലാഹു പരിപൂർണമായി എടുത്തു കളഞ്ഞു. ഇത് ബറക്കത്തുള്ള നാവ് കൊണ്ട്, ബറക്കത്തുള്ള ഉമനീര് കലർത്തി അല്ലാ എന്ന് വിളിക്കുന്ന നാമങ്ങളിലൂടെ, ദിക്ർ ചൊല്ലുന്ന നാമങ്ങളിലൂടെ, ഖുർആൻ ഓതുന്ന വ്യക്തിയുടെ നാവിലൂടെ ഒരു റൊട്ടി കഷ്ണം ഉള്ളിലേക്ക് ചെന്നപ്പോഴാണ്. അതുകൊണ്ടല്ലേ ഖുർആൻ പറയുന്നത്, കുലൂ ഹലാലൻ ത്വയ്യിബാ വഅമലൂ സാലിഹാ. കഴിക്കണേ, ഭുജിക്കണേ, നിങ്ങൾ സൽക്രമം ചെയ്യണേ, ഹലാലായത് ഭുജിക്കണേ, ഹലാലായത് കുടിക്കണേ. ഹലാലായത് കഴിച്ചാൽ, ഹലാലായത് ഭുജിച്ചാൽ മാത്രമാണ് സുഹൃതം ചെയ്യാൻ പറ്റുകയുള്ളൂ. നമസ്കരിക്കാൻ ഇഖ്ലാസുള്ളൂ, നോമ്പ് പിടിക്കാൻ ഇഖ്ലാസുള്ളൂ, സകാത്ത് കൊടുക്കാൻ ഇഖ്ലാസുള്ളൂ, പാവങ്ങളുടെ കണ്ണീരപ്പാൻ ഇഖ്ലാസുള്ളൂ, ദീനിന്റെ വിഷയങ്ങളിലേക്ക് കടക്കാൻ ഇഖ്ലാസുള്ളൂ. 15ാമത്തെ വയസ്സിൽ ഖുറാസാൻ എന്ന പട്ടണത്തിലേക്ക് പോകുകയാണ്. ഫഹഫിദൽ ഖുർആൻ, ഖുർആൻ മുഴുവനും മനപ്പാഠമാക്കി
ആക്കുകയാണ്. അവിടെ നിന്ന് നിർത്തുന്നില്ല, വീണ്ടും യാത്ര ചെയ്യുകയാണ്, ബുഖാറിയിലേക്ക് പോകുകയാ. ഫലാസമ ഹിസാമുദ്ദീനുൽ ബുഖാരിയോ, ഹിസാമുദ്ദീനുൽ ബുഖാരി റളിയല്ലാഹു അൻഹു അടുക്കൽ ചെന്ന്, ബഹുമാനപ്പെട്ടവരുടെ അടുക്കൽ ചെന്നുകൊണ്ട് വിശുദ്ധമായ ഖുർആനിന്റെ വിശദീകരണത്തിലേക്ക് കടക്കുകയാണ്. തഫാസീറുകൾ മുഴുവനും മനഃപ്പാഠമാക്കുകയാണ്, ഫിഖ് പഠിക്കുകയാണ്, ഹദീസുകൾ മുഴുവനും മനഃപ്പാഠമാക്കുകയാ. ദീനിന്റെ എല്ലാ ഫന്നുകളും പഠിച്ചെടുക്കുകയാണ്, ഖ്വാജാ തങ്ങൾ പഠിച്ചെടുക്കുകയാണ്. അവിടെ നിന്ന് വീണ്ടും യാത്ര തുടരുകയാ. സുബ്ഹാനല്ലാഹ്. ഹാറൂൻ പട്ടണത്തിലേക്ക് ബഹുമാനപ്പെട്ടവർ യാത്ര ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ടതായ ഉസ്മാനുൽ ഹാറൂനി റളിയല്ലാഹു അൻഹു അടുക്കൽ ചെന്നുകൊണ്ട് വിലായത്ത് കിട്ടാൻ വേണ്ടി അദ്ദേഹത്തിന്റെ കൂടെ കൂടുകയാ. 20 വർഷത്തോളം വലാസമാ ഉസ്മാനുൽ ഹാറൂനി 20 സന, 20 വർഷത്തോളം അദ്ദേഹത്തിന്റെ അടുക്കൽ നിലകൊള്ളുകയാ. ജീവിതത്തെ തർബിയത്തെടുക്കുകയാണ്. ഉസ്മാനുൽ ഹാറൂനിയുടെ ജീവിതം പരിപൂർണമായി ഒപ്പിയെടുക്കുകയാണ്. ബറക്കത്ത് വേണ്ടേ, ജീവിതത്തിൽ ഖൈറ് വേണ്ടേ, അതിനുവേണ്ടി ഉസ്താദിന്റെ അടുക്കൽ, ശൈഖിന്റെ അടുക്കൽ 20 കൊല്ലം കൂടുകയാണ്. അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങളിൽപ്പെട്ട മുഈനുദ്ദീൻ തങ്ങളുടെ മുരീദീങ്ങളിൽപ്പെട്ടതായ ഡൽഹിയിൽ വഫാത്തായി കിടക്കുന്ന ബഖ്തിയാറുൽ കഅക്കി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാ. 70 വർഷം ഞാൻ എന്റെ ഉസ്താദിനെ ശ്രദ്ധിച്ചു നോക്കി. ആ എന്റെ ഉസ്താദാകുന്ന ഖ്വാജാ തങ്ങൾ മുഈനുദ്ദീൻ തങ്ങള് പകല് മുഴുവനും നോമ്പാണ്, രാത്രി മുഴുവനും നമസ്കാരമാണ്, രാത്രി മുഴുവനും നമസ്കാരമാ. ഇശാഇനടുത്ത വുദൂ കൊണ്ട് സുബഹി നമസ്കരിക്കുന്ന മഹാനാണ്. എല്ലാ ദിവസവും വിശുദ്ധമായ ഖുർആൻ 2 പ്രാവശ്യം ഖത്മ തീർക്കുന്ന മഹാനാണ് എന്റെ ഉസ്താദ് എന്ന് ബഹുമാനപ്പെട്ട ബഖ്തിയാറുൽ കഅക്കി റളിയല്ലാഹു അൻഹു ലോകരോട് വിളിച്ചു പറഞ്ഞുവെങ്കിൽ 70 വർഷത്തോളം പകല് മുഴുവനും നോമ്പ് പിടിച്ചവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടോ? 70 വർഷത്തോളം രാത്രി മുഴുവനും നമസ്കരിച്ച ആളുകളെ നമുക്ക് പരിചയമുണ്ടോ? വിശുദ്ധമായ ഖുർആൻ എല്ലാ ദിവസവും ഖത്മ 2 പ്രാവശ്യം തീർത്തവരെ നമുക്ക് പരിചയമുണ്ടോ? മാഷാ അല്ലാഹ്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ജീവിതം അല്ലാഹു നൽകിയത്? തന്റെ പ്രിയപ്പെട്ട ശൈഖായി ആദ്യമായി 15ാമത്തെ വയസ്സിൽ നാട്ടിലേക്ക് കടന്നു വന്നതായ ബഹുമാനപ്പെട്ട ഇബ്രാഹിമിനു ഖന്തൂസി റളിയല്ലാഹു അൻഹു വായിലിട്ടുകൊണ്ട് ഉമനീര് കലർത്തിക്കൊണ്ട് ചവച്ചെടുത്തതായ കേവലം ഒരു റൊട്ടി കഷ്ണം ഉള്ളിലേക്ക് ചെന്നപ്പോൾ ബറക്കത്തുള്ള വ്യക്തിയായി മാറി. ഫതറക ദുനിയാ ബിൽ കുല്ലിയാ. ദുനിയാവ് മുഴുവനും പോകുകയാണ്, ആഖിറത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സഹാബാ ഹൃദയം തെളിയണോ സഹാബാ, ഈ ഹൃദയത്തിന്റെ മാലിന്യങ്ങൾ മുഴുവനും മാറ്റണോ. കള്ളു കുടിക്കാതിരിക്കാൻ, വ്യഭിചരിക്കാതിരിക്കാൻ, സിനിമ കാണാതിരിക്കാൻ, സീരിയൽ ദർശിക്കാതിരിക്കാൻ നിന്റെ ഹൃദയത്തെ സ്ഫുടം ചെയ്യൽ അനിവാര്യമാണ്. അതിനെന്ത് വേണമെന്നറിയുമോ? ദിക്റുൽ മൗത്ത് വതിലാവത്തുൽ ഖുർആൻ. ഖുർആൻ ഓതലാണ്. മരണത്തിന്റെ ചിന്തയാണ്. ഞാനും അടുത്ത സെക്കൻഡിൽ മരിക്കുമെന്നുള്ള ബോധം നിന്റെ മനസ്സിലേക്ക് കടന്നു വരണേ. മംഗലാപുരത്ത് ഇക്കഴിഞ്ഞ ദിവസമല്ലേ പ്രായം ചെന്നതാകുന്ന ഒരു പാവപ്പെട്ട പൊന്നമോള് മരണപ്പെട്ടു പോയത്. 21 വയസ്സുള്ളതാകുന്ന പൊന്നമോള്, നവവധുവാകുന്ന പൊന്നമോള് ഒരുപാട് ആഗ്രഹങ്ങളോടുകൂടി തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോടൊപ്പം മണിയറ പങ്കിടാൻ കയറിപ്പോയ പൊന്നമോള് 3 മണി സമയമായപ്പോ അറ്റാക്ക് വന്നുകൊണ്ട് മണിയറയിൽ നിന്ന് മണ്ണറയിലേക്ക് പോയില്ലയോ? പഠിച്ചു വെക്കണേ ചെറുപ്പക്കാരാ, പഠിച്ചു വെക്കണേ പെങ്ങളെ. മരണത്തെ കുറിച്ചുള്ള ചിന്ത നിന്റെ മനസ്സിലുണ്ടോ? നീ കള്ളു കുടിച്ചുകൊണ്ട് നിലകൊള്ളുകയാണ്, നീ വ്യഭിചരിച്ചുകൊണ്ട് നിലകൊള്ളുകയാണ്, നീ പലിശയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലകൊള്ളുകയാ, നീ ഹറാമ് ഭുജിച്ചുകൊണ്ട് നിലകൊള്ളുകയാണ്, നീ ഔലിയാക്കളെ ചിഹ്നം വിളിച്ചുകൊണ്ട് ചീത്ത വിളിച്ചുകൊണ്ട് നിലകൊള്ളുകയാണ്, മോശപ്പെട്ട സിനിമ
സിനിമാഗാനങ്ങളാണ്, മോശപ്പെട്ടതാകുന്ന സിനിമകൾ കണ്ടുകൊണ്ട് നിന്റെ കണ്ണും കാതും സർവ്വ അവയവങ്ങളും പണയപ്പെട്ടിരിക്കുകയാണ്. ഖുർആൻ ഓതിക്കൊണ്ട് ഹൃദയത്തെ തെളിക്കണേ പൊന്നുമോനെ. ആ സഹോദരി മരണപ്പെട്ടു പോയതുപോലെ അടുത്ത സെക്കൻഡും ഞാനും മരിക്കുമെന്നുള്ള ചിന്ത നിന്റെ മനസ്സിന്റെ കത്തളങ്ങളിൽ ഉണ്ടാവണേ. അല്ലാഹുവേ, പടച്ചറപ്പേ, നല്ല മരണം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. മരണപ്പെട്ടു പോയ ആ സഹോദരിക്ക് നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. അവരുടെ കുടുംബത്തിന് സമാധാനം കൊടുക്കണേ റബ്ബേ. എല്ലാ വിഷമങ്ങളും അകറ്റി കൊടുക്കണേ അല്ലാ. അത്തരത്തിലുള്ള അപകട മരണങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട്, പൊടുന്നനെയുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെയും നാട്ടുകാരെയും കൂട്ടുകാരെയും ബന്ധുക്കളെയും സഹജനങ്ങളെയും പ്രാസ്ഥാനിക നേതാക്കളെയും നീ കാത്ത് സംരക്ഷിക്കണേ അല്ലാ.